ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സോഫ്റ്റായ ലേയേഴ്സായിട്ടുള്ള മുട്ട പപ്സ് ആവുന്നില്ലാതെ വേഗത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയും കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാവ് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്നതിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം മാവിൻ്റെ പരുവം. ഒന്ന് കുഴച്ച് റെഡിയായി വരുമ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം മാവിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ശേഷം ഒന്ന് നീളത്തിലാക്കിയ മാവ് കുറേശ്ശെ ഉരുളകളാക്കി എടുക്കാം. പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോ ഉരുളകളും കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് എണ്ണയിൽ ഒരു വശം മുക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മുക്കി വെക്കണം. എണ്ണ 2 ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റിനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് മസാല റെഡിയാക്കാം. ഷീറ്റിന് ആവശ്യമായ ഒരു 5 മുട്ട പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞതും മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ടി വരുമ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളകളും കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായി പരത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇടയ്ക്ക് കീറിപ്പോവും, പൊട്ടിപ്പോവും, അങ്ങനത്തെ. നന്നായി പരത്തിയതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. എത്രയും മടക്ക് പറ്റുമോ അത്രയും നന്നായിട്ട് ചെറുതായിട്ട് മടക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് പഫ് ഷീറ്റിൻ്റെ ഒരു സൈസ് അനുസരിച്ച് കൈകൊണ്ട് തന്നെ ആ സൈസിനൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ പഫ് ഷീറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. എല്ലാത്തിലും ചേർത്ത് കഴിഞ്ഞിട്ട് ശേഷം ഒരു മുട്ടയുടെ പകുതി ഭാഗവും വെച്ച് കൊടുക്കാം. ശേഷം 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള കോണുകൾ ഒരുമിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം 4 സൈഡിലെ വിടവ് വന്ന ഭാഗം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ എല്ലാം കൂടെ മിക്സായിട്ട് വരും. ഇതുപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ പഫ്സിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. എല്ലാം നന്നായി തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പപ്സും നമുക്കിതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. എത്ര എണ്ണം വെക്കാൻ പറ്റുമോ അത്രയൊന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ആയിരിക്കണം. ശേഷം വിസിൽ ഊരി മാറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ചെറു തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും 3 മുതൽ 5 മിനിറ്റ് വരെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. ആവിവെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വിസിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്.
നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.